അങ്ങനെ ഞങ്ങൾ ദൃശ്യം 3 കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇത്രയും ദിവസം ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴൊക്കെ മുന്നിലുള്ള സീറ്റായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ ഏറ്റവും പുറകിലിരുന്ന് തന്നെ പടം കാണാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ഒരു ആകാശ കാഴ്ചയാണ് കേട്ടോ ഇത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ അത്ര ഭംഗിയില്ല. ഞങ്ങളിങ്ങനെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കടൽ പോലെ ഉണ്ട് കേട്ടോ ശരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിലെത്തി. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ കയറാൻ നേരത്തെ ഞാൻ സജീവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും വാങ്ങിച്ചിട്ട് കയറാമെന്ന്. കാരണം കണ്ണനാണല്ലോ കൂടെയുള്ളത്. അവൾ എന്തെങ്കിലും ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പടം കാണാൻ സമ്മതിക്കില്ല കേട്ടോ. എനിക്കത് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷേ സജീവേട്ടൻ പറഞ്ഞു ഇൻ്റർവെല്ലാകുമ്പോഴത്തേന് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കയറുന്ന സമയത്ത് വാങ്ങില്ല കേട്ടോ. പക്ഷേ ഇൻ്റർവെല്ലാകുമ്പോഴത്തേന് സജീവേട്ടൻ 3 വട്ടം പോയിട്ട് വാങ്ങിക്കേണ്ടി വന്നു. കാരണം ആദ്യം വാങ്ങിച്ച പോപ്കോൺ പെട്ടെന്ന് തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇൻ്റർവെല്ലാകുമ്പോഴത്തേന് സജീവേട്ടൻ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പോയിട്ട് വരുന്നത്. അങ്ങനെ ഇൻ്റർവെല്ല് കഴിയുമ്പോഴത്തേനാണ് കേട്ടോ പടം അടിപൊളിയാകുന്നത്. അങ്ങനെ പടമൊക്കെ കഴിഞ്ഞു. നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഈ പ്രാവശ്യം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പടം കാണാൻ വരുമ്പോൾ എപ്പോഴും മഴയായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂട്ടിയിൽ അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.